പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അവിടെ കയ്യാങ്കളിയാണ്. എല്ലാ കേസുകളിലും ഈ കേസ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു. വനിതാ അംഗങ്ങളടക്കം പരസ്പരം തള്ളി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് LDFും UDFും പറയുന്നു. പേര് കൊടുത്തിരിക്കുമെന്ന് BJPയും പറയുകയാണ്. അങ്ങനെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. പേപ്പേഴ്സിനെ അവിടെ നിന്നും മാറ്റുകയാണ്. ചേപ്പേഴ്സിനെ ഉന്തും തള്ളിലും ചേപ്പേഴ്സിനെ സ്ത്രീകളടക്കം അവിടെ നിന്ന് തള്ളി മാറ്റുന്ന കാഴ്ച കാണുന്നത്. ഇപ്പോൾ മൈക്കുകൾ തകർത്തു. സംഘർഷമാണ്. എന്റെ ക്യാമറ വരണ്ട് ഇങ്ങോട്ടാ. ഇക്ബാൽ, അവിടെ ഒരു സംഘർഷം എന്നുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ കാണാനാകുന്നത്? സ്മൃതി, അല്പസമയം മുമ്പാണ് നഗരസഭാ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിൽ ഈ കൗൺസിൽ വെച്ചിട്ടുള്ള അജണ്ടകൾ 42ാമത്തെ അജണ്ട ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സാക്കിയതായി ചെയർപേഴ്സൺ അറിയിച്ചത്. ഇതിന് തൊട്ട് പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സണെയും അതുപോലെ തന്നെ BJP അംഗങ്ങളെയും തടയുകയായിരുന്നു. ആ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ഒരു രീതിയിലുള്ള ചർച്ചകളും നടത്താതെ അജണ്ടകൾ പാസ്സാക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് BJP ചെയർപേഴ്സൺ ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ തടഞ്ഞു. അതോടുകൂടി പിന്നീട് BJP കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. BJPയുടെ കൗൺസിലറായ സുഭാഷ് കൽപ്പാത്തി അതുപോലെ തന്നെ UDF കൗൺസിലറായ മൻസൂർ മള്ളാഞ്ചേരി തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളെ ഇപ്പോൾ ഈ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ കൗൺസിൽ ഹാളിൽ നിന്നും നീക്കാനുള്ള ഇവിടെ നിന്ന് പിടിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ ഇതിനകത്തേക്ക് കൗൺസിൽ ഹാളിലെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. UDFിനെയും CPMനെയും എല്ലാം പ്രവർത്തകർ ഇപ്പോൾ ഈ കൗൺസിൽ ഹാളിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും ഇപ്പോൾ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് പിന്നീട് BJPയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരും തമ്മിൽ ഇപ്പോൾ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും ഈ കൗൺസിലർമാർ തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നു. BJPയുടെ കൗൺസിലർമാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും CPMന്റെയും കൗൺസിലർമാരും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നു. യാതൊരു ചർച്ചയും ഇല്ലാതെ അജണ്ടകൾ പാസ്സാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ തടഞ്ഞു വെക്കാനുള്ള നീക്കം നടത്തിയതിന് പിന്നാലെയാണ് പിന്നീട് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും BJPയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ CPMന്റെയും എല്ലാ പ്രവർത്തകർ കൗൺസിൽ ഹാളിനകത്തേക്ക് കയറിയിരിക്കുന്നു. അവർ ഈ കൗൺസിലർമാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. BJPയുടെ പ്രവർത്തകരല്ല, BJPയുടെ കൂടുതൽ പ്രവർത്തകർ ഈ ഹാളിലേക്ക് എത്തി അംഗങ്ങളെ മാറ്റുന്ന പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെയും BJP പ്രവർത്തകരെയും ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ നീങ്ങിപ്പോകുന്നില്ല, പ്രതിപക്ഷ അംഗങ്ങൾ മാറിപ്പോകുന്നില്ല. രണ്ടു കൂട്ടരും അതായത് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടുത്തെ സംഘർഷത്തിൽ അവർ പരസ്പരം പറയുന്നത് എന്താണെന്ന് കേൾക്കാം.